ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ BS4 സ്റ്റാൻഡേർഡാണ്. BS4 സ്റ്റാൻഡേർഡ് എൻ്റെ ഒരു റിവ്യൂസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വണ്ടി മിസ്സിങ്ങുമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം സാധാരണ BS4 ഉണ്ടാകുന്ന മിസ്സിങ് കാറ്റലിക് കൺവേർട്ടർ അല്ല, പർജ് വാൽവ് സിസ്റ്റത്തിന് കംപ്ലയിൻസ് വരുമ്പോഴാണ് ആ ഒരു മിസ്സിങ് പ്രശ്നം വരുന്നത്. കാനിസ്റ്റർ സിസ്റ്റത്തിന് എന്തെങ്കിലും ബ്ലോക്കോ അല്ല എയർ സാക്കിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് മിസ്സിങ് വരുന്നത്. അതായത് പെട്രോൾ ടാങ്കിലുള്ള ഫ്യൂവൽ വാക്വം വലിച്ചെടുത്ത് കാർബറേറ്ററിലേക്ക് വിടുന്നൊരു സിസ്റ്റം ഇതിനുണ്ട് BS4-ൽ. അപ്പോൾ ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ മിസ്സിങ് ഒക്കെ വരിക. അതായത് വാക്വം ടാങ്കിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെക്കുകയും പെട്രോൾ ഇറങ്ങാതെക്കുകയും ചെയ്യുമ്പോൾ വണ്ടി കുറച്ച് സമയം ഓടിക്കഴിയുമ്പോൾ വണ്ടിക്ക് മിസ്സിങ് തുടങ്ങും. പിന്നെ കുറച്ച് നിർത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം വീണ്ടും സ്റ്റാർട്ടാവും, കുറച്ച് നേരം പിന്നെയും പോയി നിൽക്കും. ഇതാണ് ഈ ഒരു വിഷയം ഉണ്ടാവുക. അത് കൂടുതലായിട്ടും പർച്ചേസ് വാൽവ് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് നിസ്സാര കേസുള്ളൂ കേട്ടോ, വലിയ എക്സ്പെൻസീവ് BS6-ൻ്റെ ഒന്നും മാതിരി എക്സ്പെൻസീവ് ഒന്നുമല്ല. ആ ഒരു സംഗതി മാത്രമേ BS4-ൽ വരുന്നുള്ളൂ. പിന്നെ ഇത് നോൺ ABS ആണ് വണ്ടി, അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും ഇല്ല. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ മൈനസ് എന്ന് പറയാനുള്ള ഒരു BS-ൻ്റെ അത്ര തന്നെ എക്സസ് നോട്ട് ഇത് കിട്ടില്ല. കാരണം BS4 നോംസിലേക്ക് പോയപ്പോൾ കുറച്ച് സൈലൻസർ കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ടുണ്ട്. അതായത് ഞാൻ സൈലൻസറിൻ്റെ വീഡിയോസ് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ വലിയ വീഡിയോസിൽ. ഞാൻ രണ്ട് സൈലൻസറിൻ്റെയും എത്രത്തോളം എക്സോസ്റ്റ്, പിന്നെ ആ ഒരു സൈസും കാര്യങ്ങളും സൗണ്ട് വരാതെക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ മുമ്പിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. അപ്പോൾ BS3-ലേക്ക് വരുമ്പോൾ നമ്മൾ BS4-ലേക്ക് വരുമ്പോൾ ഒരു എക്സസ് നോട്ട് കിട്ടില്ല. പിന്നെ ആ ഒരു വിഷയം. പിന്നെ BS3 എന്ന സൈലൻസർ നിങ്ങൾ വെച്ച് ഓടാമെങ്കിലും കൂടെ അത് കാറ്റലിക് കൺവേർട്ടർ വരുന്നതിൻ്റെ ബെൻഡും കൂടെ മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് സൗണ്ട് കിട്ടുള്ളൂ. പക്ഷേ അത് BS4 നോംസിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സക്സസ് ആവുമോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ ഇപ്പോൾ ആരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് ഫൈൻ ഉണ്ടായാലും 5000 കൊടുക്കാനും തയ്യാറായിട്ടാണ് ആളുകൾ സൈലൻസർ മാറ്റി വെച്ച് ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സാധാരണ അതിന് റെക്കമെൻഡ് ചെയ്യാറില്ല സൈലൻസർ മാറ്റി വയ്ക്കാനോ. നമ്മൾ സൈലൻസർ സെയിലോ ഒരു കാര്യങ്ങളും ഇല്ല. അത് നിയമപരമായിട്ട് ആ ഒരു വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ ആളുകളെ ഇത് കസ്റ്റമേഴ്സിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മൾ വെച്ച് കൊടുത്തിട്ട് 5000 ഫൈൻ എന്ന് പറഞ്ഞ് കയറുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാറില്ല. പക്ഷെ എന്നാലും റോയൽ എൻഫീൽഡിന് തനതായ ഒരു എൻജിൻ്റെ ഈ പഞ്ചുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് ഇല്ലായ്മയൊക്കെ തോന്നില്ല എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡിന് എൻജിൻ്റെയും കൂടെ ഒരു ചെറിയ ഒരു ടാപ്പറ്റ് നോയ്സും കൂടെ കൂടിയിട്ടുള്ളൊരു സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഓടിക്കുന്നത് ഒരു ബുള്ളറ്റാണെന്നുള്ളൊരു ഫീല് സാധാരണ UC എഞ്ചിനിൽ കിട്ടാറുണ്ട്. അത് J സീരീസിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ആ ഒരു കാര്യത്തിൽ പിന്നെ സൗണ്ട് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മാറ്റവും BS3-യും BS4-ഉം തമ്മിലില്ല. പിന്നെ ടാങ്ക് ഒരു സൈസാണ് എന്നുള്ളൂ. ടാങ്കിൻ്റെ സൈസ് 2014 മുതൽ വന്നിട്ടുണ്ട്. ടാങ്ക് കുറച്ച് സൈസായിട്ടുള്ള, മറ്റൊക്കെ സ്ലിം ആയിട്ടുള്ള ടാങ്കായിരുന്നു. അപ്പോൾ എങ്കിലും കൂടെ ടാങ്കിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പഴയ മോഡൽ തന്നെ ആണ് നല്ലത്. പിന്നെ മെറ്റൽ ബേസ് ആയിട്ടുള്ളതാണ്. ആ ഒരു മൈനസാണ്. സ്റ്റാൻഡേർഡിൻ്റെ ടാങ്കിൻ്റെ ഒരു മൊണോ വരുന്ന ആ ഒരു ഈ ഒരു പീസ് വളരെയധികം നെഗറ്റീവാണ്. അത് പൊളിഞ്ഞ് നാശമാകുന്നൊരു വിഷയമുണ്ട്. 2500 രൂപ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ആ ടാങ്കിൻ്റെ സ്റ്റിക്കറിന് വരുന്ന പ്രൊജക്റ്റ് ടൈപ്പ് സ്റ്റിക്കറാണ് വരുന്നതെങ്കിൽ അത് 2500 രൂപ വില വരും. എന്നൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അത് പറിച്ച് കളയേണ്ടി വരും. അതാണ് ടാങ്കിൻ്റെ മുകളിൽ വരുന്നൊരു വിഷയം. പിന്നെ ടാങ്കിൻ്റെ ഒരു ലൈൻ എന്നുള്ള സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഇതാണല്ലോ, ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ ടാങ്കിൻ്റെ ലൈന് കാര്യങ്ങളൊക്കെ കഴിയുന്നതും ടാങ്ക് ലൈൻ ചെയ്ത് തന്നെ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ വണ്ടിക്കൊരു ഭംഗി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയാണെങ്കിലും നമുക്ക് പഴയ മാതിരി മോണോഗ്രാം സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് അതും ചെയ്യാൻ പറ്റും. അപ്പം കംപ്ലീറ്റ് ആ പഴയ റെട്രോ സ്റ്റൈലിലേക്ക് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാനും പറ്റും. പിന്നെ ഈ ഒരു UC എഞ്ചിൻ എന്നുള്ള എഞ്ചിൻ എനിക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം ഒരു എൻക്വയറി ഉള്ളൊരു വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. പിന്നെ റോയൽ എൻഫീൽഡ് എന്ന വണ്ടി ഓടിക്കുന്ന ബുള്ളറ്റ് എന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് കേൾക്കുമ്പോൾ ബുള്ളറ്റ് എന്നാണ്. ആ ബുള്ളറ്റ് എന്ന സാധനം ഓടിക്കുമ്പോൾ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ വേണം. ബാക്കിയുള്ള വണ്ടികളെല്ലാം ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീലും അത് നമ്മളൊരു സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഹാൻഡ്ലിംഗ് പൊസിഷൻ ആണെങ്കിലും ആ ഒരു പൊസിഷൻ കിട്ടില്ല. അത് നമ്മൾ സ്റ്റാൻഡേർഡിന് തന്നെ കിട്ടുള്ളൂ. അത് പില്ലിയൻ സീറ്റ് റൈഡിങ് കംഫർട്ട് ആണെങ്കിലും കൂടെ. ഇപ്പോൾ BS3 ആണെങ്കിലും BS4 ആണെങ്കിലും സെൽഫ് സ്റ്റാർട്ട് ആക്കാം.
നിങ്ങൾക്ക് സെൽഫ് വേണം സെൽഫ് സ്റ്റാർട്ട് ആക്കാം, ഡിസ്ബ്രേക്ക് ആക്കാം. അപ്പം അതിൽ ഒരു സ്പിൻഡിലിന് ഒരു വിഷയമുണ്ട്. സ്പിൻഡിലില്ലാത്ത മോഡലും ഉണ്ട്. പിന്നെ ഗിയർ ഇടുന്ന ഒരു സ്പിൻഡിൽ റോയൽ എൻഫീൽഡ് ചില മോഡലിന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമുക്ക് എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ ഇത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. BS4 തന്നെ അതില്ലതും ഇല്ലാത്ത മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗിയറിൻ്റെ ഒരു സെൽഫിൻ്റെ മോട്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വീലിൻ്റെ അതിൻ്റെ ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിൽ കംപ്ലീറ്റ് ഊരി ഒഴിവാക്കുകയാണ് ചെയ്തത്. പഴയ മോഡൽ BS3-ക്കൊക്കെ ആ സ്പിൻഡിൽ ഞങ്ങൾ 5 എഞ്ചിൻ അയച്ചു കൊടുത്തോളം സാധനത്തിന് അവിടെ കണ്ടുണ്ട്. പക്ഷേ BS4 ചില വാഹനങ്ങളുടെ മോഡലുകളിൽ ചില വെർഷൻസിൽ അത് ഉണ്ടായിരുന്നില്ല BS4 ആയതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് സെൽഫ് സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ എൻജിൻ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഇത് വരും, ഒരു എക്സ്പെൻസ് വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. രണ്ടിനും സാധ്യത ഉണ്ട്, ചിലതിലുണ്ട് ചിലതിലില്ല. അപ്പോൾ അതൊന്നും അറിയാം. പിന്നെ സാധാരണ 350-ൻ്റെ സാധാ ഇപ്പം വരുന്ന മോട്ടറൊക്കെ തന്നെ വെച്ചിട്ട് സാധാ ഡെൻസോൻ്റെ മോട്ടർ 0.9 kV 0.9 kV മോട്ടറാണ് സാധാരണ 500cc. 500cc പറഞ്ഞാൽ 10.5 ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അത്രയും വലിയ ക്രാങ്കിനെ പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട് 0.9 kV മോട്ടറായിരുന്നു, ഡെൻസോൻ്റെ മോട്ടറായിരുന്നു റോയൽ എൻഫീൽഡ് 500 കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു മോട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്ര എക്സ്പെൻസ് വരിക. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം 0.7 kV ആണ് നമ്മൾ സാധാരണ ക്ലാസിക്കിന് വരുന്നത്. ആ ഒരു മോട്ടർ തന്നെയാണ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഇപ്പം സ്റ്റാൻഡേർഡിന് റോയൽ എൻഫീൽഡ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ ആവശ്യമുള്ളൂ. അതൊരു കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ കാലത്തൊരു വണ്ടി ഇറക്കുമ്പം ആ ഒരു അഡ്വാൻസിലെ ചിന്താഗതി അവർക്കുള്ളതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹെവി മോട്ടറായിരുന്നു അതിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് മോട്ടർ അത്യാവശ്യം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത്രയും പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ ഒരു മോട്ടറിന് 2360 രൂപ വരെയാണ് സാധാരണ ഇപ്പോൾ ബ്ലാക്ക് കളറിൻ്റെ മോട്ടറിന് വരുന്നത്. ഈ ഒരു മോട്ടറിന് നല്ല സംഖ്യ അതിന് 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെ വില വരുന്നതാണ്. അപ്പോൾ ഡെൻസോൻ്റെ മോട്ടറിന് അപ്പോൾ ആ ഒരു മോട്ടർ വെച്ചിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഡിസ്ബ്രേക്കും ചെയ്യാൻ പറ്റും. കാലിൻ്റെ മുട്ടിൻ്റെ വേദനയുള്ള ആളുകൾ കഴിയുന്ന സ്റ്റാൻഡേർഡ് ഒഴിവാക്കിയേക്ക് നന്നാവുക. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് തന്നെ വേണം. ബുള്ളറ്റിൻ്റെ പഞ്ചറിന് ഓടിക്കണം എന്നുള്ളവർക്ക് എടുത്തിട്ട് സെൽഫ് സ്റ്റാർട്ട് ആക്കാവുന്നതേ ഉള്ളൂ. വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും അതിലില്ല കേട്ടോ. അത് ഏറ്റവും നല്ല വണ്ടിയാണ് BS3. അത് കഴിഞ്ഞ് BS4-ന് കുഴപ്പമില്ലാതെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചില സമയങ്ങളിൽ എൻജിൻ അയക്കേണ്ട വരും, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഒരു സ്പിൻഡിൽ പ്ലേസ് ചെയ്യുക എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസ്ബ്രേക്കിന് 8500 രൂപയാണ് വില വരിക. അസംബ്ലി നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിൻ്റെ ഫോർക്കിൻ്റെ ബോട്ടം ട്യൂബ് മാറ്റാതെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. മാറ്റിയിട്ടും ചെയ്യാവുന്നതാണ്. മാറ്റാതെ ചെയ്താൽ കുറച്ചുകൂടി ചിലവ് കുറയും. അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അറിയാത്ത എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാഷറും കാര്യങ്ങളൊക്കെ കയറ്റി ടയറും പഞ്ചറൊക്കെ അയക്കുന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യാനാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ക്ലാസിക്കിനേക്കാളും. ക്ലാസിക് എന്ന കുറച്ചുകൂടി സെൽഫ് സ്റ്റാർട്ടും ഡിസ്ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് ക്ലാസിക് എന്ന വണ്ടി എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നോ ടെൻഷൻ ഫ്രീ കിക്ക് ചെയ്യേണ്ട. പക്ഷേ സെൽഫ് സ്റ്റാർട്ടും ഡിസ്ബ്രേക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ BS6-ൽ മാത്രമേ വരുന്നുള്ളൂ. BS6 ES-ൽ 350 ES-ലാണ് നമ്മൾ സെൽഫ് സ്റ്റാർട്ടും ഡിസ്ബ്രേക്കും വന്നിട്ടുള്ളത്. അതും സ്റ്റാൻഡേർഡ് തന്നെയാണ് വണ്ടി. പക്ഷേ സ്റ്റാൻഡേർഡിൻ്റെ പെയിൻറ്റിങ് ആ ഒരു ടാങ്കിൻ്റെ ലൈനിങ് ഒന്നും അതിലില്ല എന്നുള്ളൂ. അപ്പം ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി തന്നെയാണ് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി വരുന്നത്. ഇത് സെയിം പെർഫോമൻസ് കിട്ടും. പക്ഷേ അതിൽ സെൻസറും കാര്യങ്ങളും ABS മോഡുലേറ്റർ എന്നീ കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് വരാനുള്ള സാധ്യത ഏതൊരു വണ്ടിക്ക് അങ്ങനെ തന്നെയാണല്ലോ. അതുണ്ട് എന്നുള്ള വെച്ച് കഴിഞ്ഞാൽ അതും ഇത് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഴയ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായത്തിൽ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് കയറ്റുക, ഡിസ്പ്ലേ കയറ്റിയ വണ്ടി ഓക്കെ പക്ക സെറ്റായി. ആ ഒരു കാര്യത്തിന് യാതൊരു ടെൻഷനും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് എന്താണോ ലോകത്തിന് കാണിച്ചു കൊടുത്ത ബുള്ളറ്റ് എന്നൊരു വാഹനം, ആ ഒരു ബുള്ളറ്റ് എന്ന വാഹനത്തിൽ അതിൻ്റെ എല്ലാ ഒരു മികവും ആസ്വദിച്ച് കൊണ്ട് നമുക്ക് ഓടാൻ പറ്റും. അപ്പോൾ ഇത്രയും എനിക്ക് ഈ ഒരു BS4-നെ കുറിച്ച് പറയാനുള്ളൂ. അതായത് BS4 എന്ന് പറഞ്ഞാൽ സൈലൻസർ നോട്ട്, എക്സോസ്റ്റ് നോട്ട് കുറച്ച് കുറയും. അതേമാതിരി കാനിസ്റ്റർ പർജുവാൽ സിസ്റ്റം ഉണ്ട് എന്നുള്ളതും ആ ഒരു മിസ്സിങ് ആ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് വരുന്നത്. അത് നമുക്ക് തീർക്കാവുന്ന കേസുള്ളൂ, വലിയ ചിലവുള്ള ഒന്നുമല്ല. എക്സോസ്റ്റ് നോട്ട് കുറച്ച് കുറവുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും BS3 ആയിട്ട് യാതൊരു മാറ്റങ്ങളും ഇല്ല. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.